തിരിഞ്ഞു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീ ഉപ്പുതൂണൊന്നും ആകുകയില്ല, പക്ഷേ നീ എത്തേണ്ടടുത്ത് എത്തുകയില്ല. മുന്നോട്ട് നോക്കി ഓടണം, തിരിഞ്ഞു നോക്കരുത്. ഇന്ന് രാത്രി വിശ്വാസികളെല്ലാം എന്നെ നോക്കിയേ, തിരിഞ്ഞു നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഇന്ന് എന്തായിരുന്നു ലോത്തിന്റെ ഭാര്യയുടെ പ്രത്യേകത? ഒത്തിരി സ്വത്തുക്കളും നന്മകളും ഒക്കെ അവർക്കുണ്ട്. ദൈവം തമ്പുരാൻ പറഞ്ഞു, തിരിഞ്ഞു നോക്കരുത്. എന്റെ വാഗ്ദത്തത്തിലേക്ക് ഓടുന്നവൻ എന്നെ നോക്കി മുന്നോട്ട് നോക്കി ഓടണം. വിട്ടുപോയതിലേക്കും വിട്ടുവന്നതിലേക്കും കളഞ്ഞതിലേക്കും ഉപേക്ഷിച്ചതിലേക്കും വിട്ട പാരമ്പര്യത്തിലേക്കും നീ കളഞ്ഞ നീ ഉപേക്ഷിച്ച ആ തിന്മയിലേക്കും നീ തിരിഞ്ഞു നോക്കരുത്. പക്ഷേ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി. ഇന്ന് ഒത്തിരി എണ്ണം വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ഒരുപാടെണ്ണം തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീ ഉപ്പുതൂണൊന്നും ആകുകയില്ല, പക്ഷേ നീ എത്തേണ്ടടുത്ത് എത്തുകയില്ല. ലോത്തിന്റെ ഭാര്യ വഴിയിൽ വെച്ച് പട്ടുപോയി, ഉപ്പുതൂണായി പോയി. ഇന്നും വിശ്വാസത്തിന്റെ ഒത്തിരി പരിശോധനകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കുകയാണ്. ലോത്തിന്റെ കാലം പോലെ, നോഹയുടെ കാലം പോലെ ഒരു കാലത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒറ്റ പ്രതീക്ഷയേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ചിന്തയുള്ളൂ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പാസ്റ്റർമാരോടും പറയാം, ഈ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നതിൽ, ജനത്തെ നയിക്കുന്നതിൽ എല്ലാവർക്കും ഒറ്റ ടാർഗറ്റേ ഉള്ളൂ: നരകത്തിൽ പോകരുത്, നരകത്തിൽ പോകരുത്, നരകത്തിൽ പോകരുത്. നരകം എനിക്കുള്ളതല്ല, നരകം എനിക്കുള്ളതല്ല, പാതാളം എനിക്കുള്ളതല്ല. എൻ്റെ കർത്താവ് ഒരുക്കിയ നിത്യഭവനമാണ് എനിക്കുള്ളത്. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിൻ്റെ നടുവിലുണ്ട്? ഈ ലോകത്തിൽ കാണുന്നതൊന്നും പ്രിയമുള്ളവരെ ശാശ്വതമല്ല. വേദപുസ്തകം എബ്രായർ 13, 14, 15 പറയുന്നു, നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. നിലനിൽക്കുന്ന ഒരു നഗരം നമുക്കിവിടെയില്ല. നിങ്ങൾ ഈ കാണുന്ന അമേരിക്കയും, നിങ്ങൾ ഈ കാണുന്ന ലോകരാജ്യങ്ങളും, നിങ്ങൾ ഈ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്. മുഴുവൻ സംവിധാനങ്ങളും തീക്കായി സൂക്ഷിച്ചിരിക്കുകയാണ്.